ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു മന്തിയാണ്. കുക്കറിൽ നമുക്ക് എങ്ങനെ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം കുക്കർ വെച്ചിട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഞങ്ങളിവിടെ യൂസ് ചെയ്തിരുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതിന് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഇതിന് യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പും ഒരു 3 പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനൊരു പ്രത്യേക മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഇടുന്നത് ഒരു വലിയ സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് ഒരു വലിയ സവാള ഒന്ന് ചെറുതാക്കിയിട്ടില്ല, ഒന്ന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലിട്ട് കൊടുത്താൽ. അപ്പോൾ ഇത് അധികം വേണ്ട, ഒരു ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ രണ്ടും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലിടുന്നത് ഒരു മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് എന്നൊക്കെ പറയും. അത് ഒന്നിട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്, നമ്മൾ മന്തിക്ക് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മന്തി മസാല ഇവിടെ ഒരു ഏകദേശം ഞങ്ങൾ ഒരു 3 ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കരിയാതെ നല്ല മസാല ഒന്നായി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ്. 4 കപ്പ് ബസുമതി അരിയാണ്, അവന് 8 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടാണ് അതിൽ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ചിക്കൻ വേവിക്കുക ചെയ്യുന്നത്. ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തും. അപ്പോൾ പിന്നെ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ വെള്ളത്തിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കപ്പ് അരിയിൽ ആദ്യം നമ്മൾ ചിക്കന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിൽ വന്നിട്ട് നമ്മൾ നിർത്തണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് കറക്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ നോക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അരി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിക്കുക കേട്ടോ. അപ്പോൾ അതവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ അരി ഒന്ന് വറുത്തെടുക്കാം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ വറുക്കണത്. അപ്പോൾ അത് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അളന്ന് വെച്ച് 4 കപ്പ് അരി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാതൊന്ന് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്നൊരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഒന്ന് മാറ്റി വയ്ക്കണം. അത് അധികം അങ്ങോട്ട് കുക്കാവണ്ട. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്നും കൂടി നമ്മൾ അരി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അരി എല്ലാവരും അരി വറുക്കണമെന്നൊന്നുമില്ല. അരി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ മന്തിക്ക് ഒരു പ്രത്യേക കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒട്ടിയൊന്നും പിടിക്കില്ല, നേരം പോലെ നല്ല വിട്ട് നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ അരി ഒന്ന് ആദ്യം കുറച്ച് ഓയിലിട്ടിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം വറുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അതിൽ ചിക്കൻ മാറ്റിയിട്ട് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ട് വെച്ച് ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അളന്ന് നോക്കിയപ്പോൾ 5 കപ്പ് വെള്ളമുണ്ട്. 4 കപ്പ് വെള്ളം വെച്ചിരുന്നു. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കറക്റ്റ് 1 കപ്പ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 കപ്പ് വെള്ളം കൂടി വേണം. ടോട്ടൽ 8 കപ്പാണ്. അപ്പോൾ ഇനി ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് തിളച്ച ശേഷം മാത്രമേ നമ്മൾ അരി ഇടുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ചിക്കൻ്റെ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് അരി ഇട്ടിട്ട് വേവിക്കണത്. അപ്പോൾ നമ്മളിതിന് പാകത്തിന് ഇതൊരു ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് പാകത്തിന് അരിക്ക് അതനുസരിച്ചിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ടൊമാറ്റോ പ്യൂരി. നമ്മൾ ഒരു വലിയ പഴുത്ത തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതാണിത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്.
പിന്നെ ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും കൂടിയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എരി കൂടുതലുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് പക്ഷേ മന്തിക്ക് എരി കുറച്ച് കുറവാണ് വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മളൊരു 3 ചെറിയ പച്ചമുളക് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു വിസിലായിട്ട് നമുക്ക് അത് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് അടച്ച് വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറിൽ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അത് 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ബട്ടർ ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിന് നമ്മൾ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. കാരണം നമ്മൾ ഇത് അധികം സ്പൈസി ഒന്നും അല്ലല്ലോ. മന്തിയുടെ ചിക്കൻ എന്ന് പറഞ്ഞാലൊന്നും അല്ലാതെ സ്പൈസി ഒന്നുമല്ല. പക്ഷെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി എടുത്തതാണ് കേട്ടോ. നോർമലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഈ മസാലകളൊക്കെ നമ്മളൊരു ഇഷ്ടത്തിന് ഇട്ട് നമ്മളൊരു ഫ്ലേവറിന് നമുക്ക് എത്രത്തോളം ഫ്ലേവറാണോ ഇഷ്ടം, എന്തിൻ്റെയൊക്കെ ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം, അതൊക്കെ ഒന്ന് അധികം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടയാതെ നമ്മൾ പതുക്കെ കൈവച്ചിട്ട് മാരിനേറ്റ് ചെയ്യുക. കാരണം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. ഇനി നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രൈയിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷാലോ ഫ്രൈയിങ് ആണ്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്കായതാണ്, നമ്മൾ ഓൾറെഡി കുക്കറിലിട്ടിട്ടത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ആ മസാലകൾ വേവാനുള്ള ടൈമേ എടുക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മസാലകൾ കരിയാതിരിക്കാൻ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് ഓയിൽ മതിയാവും. പിന്നെ ചിക്കൻ വാങ്ങുമ്പോൾ ഈ മന്തിക്കൊക്കെ ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ചും കൂടിയും വലിയ പീസസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ എന്നും വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി പീസസിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തിയുടെ മുകളിൽ, മന്തി റൈസിൻ്റെ മുകളിൽ നമ്മൾ ചിക്കനൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്മോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് ഇതാണ് ചാർക്കോൾ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. മന്തിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മന്തിയുടെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ കുറച്ച് മിനിറ്റ് തുറക്കാം. അതിൻ്റെ ആ ഒരു എയർ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.